വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറഞ്ഞേക്കാം കേട്ടോ. ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അല്ലേ? ഇവരുടേതായിട്ടുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടും. ഇത് ആരും കമൻറ്റ് ചെയ്യാൻ പാടില്ല, ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല. അത് അവിടെ അങ്ങനെ കിടന്നോട്ടെ എന്നുള്ളതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ യൂട്യൂബിനൊരു പോളിസി ഉണ്ട്, ഫേസ്ബുക്കിനൊരു പോളിസി ഉണ്ട്. അത് നമുക്ക് മറ്റുള്ള ആളുകളുടെ വീഡിയോ ഫെയർ യൂസ് എന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു പോളിസി. എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മറ്റൊരു പോളിസിയും കൂടിയുണ്ട്. അതായത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തിനാണ് കയറി ചെല്ലുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ അടച്ചിട്ട ഒരു വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറി ചെന്ന് അവരുടെ അനുവാദം പോലും ഇല്ലാതെ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതാ നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസ് റിയാക്ട് ചെയ്തുകൂടെ? ഒരു വലിയ ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ. ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പറയുക എന്നുള്ളതാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൃഷ്ണകുമാറിൻ്റെ മക്കൾക്കും കൃഷ്ണകുമാറിനും അവരുടെ വൈഫിനും ഒക്കെ യൂട്യൂബ് ചാനലുകളുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ അവർ ഒരുപാട് വീഡിയോസ് പുറത്തു വിടാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും കോൺട്രവേഴ്സികളായിട്ടുള്ള പല ടോപ്പിക്കുകൾ ഒരു സംസാരിക്കാറുണ്ട്, പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ CJP എന്ന് പറയുന്ന ആ ഒരു സംഘടന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയ്ക്ക് എതിരെയായിട്ട് കൃഷ്ണകുമാർ ഒരു കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് അഹാന കൃഷ്ണ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നു. അത് കഴിഞ്ഞ് ദിയ കൃഷ്ണ വേറൊരു കാര്യം പറയുന്നു. കോൺട്രവേഴ്സികൾ ഓരോ മാസവും സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കുറച്ച് മുൻപ് ഏകദേശം 2 ആഴ്ചയൊക്കെ മുൻപ് വന്ന മറ്റൊരു കോൺട്രവേഴ്സി എന്താ വെച്ചാൽ തൻവി എന്ന് പറയുന്ന ഇവരുടെ ഒരു കസിൻ എങ്ങാനും UK നിന്നോ കാനഡയിൽ നിന്നോ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അഹാന കൃഷ്ണയുടെ അമ്മൂമ്മയെ കുറിച്ചുള്ള ഒരു ചെറിയ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഹാന എന്തൊക്കെയോ തെറി പറഞ്ഞെന്നും തിരിച്ച് അമ്മൂമ്മ എന്തൊക്കെയോ പറഞ്ഞെന്നും അങ്ങനെയൊക്കെ പല കോൺട്രവേഴ്സികൾ അവരുടെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ അവർ തന്നെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് റിയാക്ട് ചെയ്താൽ മറ്റുള്ള ആളുകളുടെ അടുക്കളയിൽ കയറി നമ്മൾ എന്തോ നോക്കി പറഞ്ഞു എന്ന രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഫെയർ യൂസിൻ്റെ ആ ഒരു പോളിസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന എൻ്റെ വീഡിയോ ആഡ്സെൻസിനോ അല്ലെങ്കിൽ മെറ്റയൊക്കെ വിൽക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. എൻ്റെ ഒരു പ്രോഡക്റ്റ് അത് ഞാൻ അവർക്ക് വിൽക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് കുറച്ച് സമ്പത്ത് തരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോസ് ആർക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ചില ആളുകൾ പറയുന്നത് അത് ശരിയല്ല, വല്ല പണിക്ക് പോയി ജീവിക്കടേ എന്നുള്ളത്. ഇത് യൂട്യൂബ് തരുന്ന ഒരു ജോലിയാണ് എന്ന് കൂടി കൂട്ടുക എന്നുള്ളതാണ്. യൂട്യൂബ് ഇൻ്റർനാഷണൽ മണി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ അഹാന വീണ്ടും ഒരു പോസ്റ്ററുമായിട്ട് വീണ്ടും രംഗത്ത് വന്നു. അതെന്താണെന്ന് ഞാനൊന്ന് വായിച്ചു തരാം. സൈഡിൽ ഇംഗ്ലീഷിലായിട്ട് ഇത് കിടക്കുന്നുണ്ട്. ഞാനത് നേരെ മലയാളത്തിലാക്കി പറഞ്ഞു തരാമെന്നുള്ളതാണ്. 6 7 ഭാഗങ്ങളായിട്ടാണ് അവർ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഈ മുത്തശ്ശിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മുത്തശ്ശിയുമായി ബന്ധപ്പെട്ട് വലിയ കോൺട്രവേഴ്സി ഇവിടെ നടന്നിട്ടുണ്ട്. മുത്തശ്ശി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അഹാനയെ തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഇത് തിരിച്ച് അവരും പറയുന്നുണ്ട്. പിന്നെ തൻവി വന്നതിന് എക്സ്പ്ലനേഷൻ തരുന്നു. ജനങ്ങൾ കേട്ട് മടുത്തു. പക്ഷേ അഹാന പറഞ്ഞ ഈ വാക്കുകൾ കൂടി നിങ്ങളൊന്ന് കേൾക്കുക. അതിൽ 7 പാർട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ പേജിലുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവങ്ങൾ തൻ്റെ കുടുംബത്തെയും തന്നെയും വളരെയധികം വേദനിപ്പിച്ചെന്ന് അഹാന പറയുന്നു. കുടുംബകാര്യങ്ങൾ പൊതു ചർച്ചയാകാൻ തങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അമ്മയ്ക്കെതിരെ തനിക്ക് അന്യായമെന്ന് തോന്നിയ വിമർശനങ്ങൾ വന്നപ്പോൾ സത്യം പറയാനാണ് പ്രതികരിച്ചതെന്നാണ് അവർ ആദ്യത്തെ ആ ഒരു പേജിൽ പറയുന്നത് കേട്ടോ. കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഇത് ജനങ്ങൾ എടുത്തിട്ട് കമൻ്റ് ഇടുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല എന്ന് ആളുകളൊന്ന് മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. രണ്ടാമത്തെ പേജിൽ എന്താ വെച്ചാൽ മുത്തശ്ശിയുമായി 2025 ഒക്ടോബർ മുതൽ ബന്ധം മോശമായിരുന്നുവെന്ന് അഹാന പറയുന്നുണ്ട്. മുത്തശ്ശി വളരെ മോശമായും അപമാനകരമായും ആണ് തന്നോട് പെരുമാറിയത്, സംസാരിച്ചത് ഒരിക്കലും മറക്കാനാകാത്ത മുറിവുകളാണെന്നും പറയുന്നുണ്ട്. പണത്തിന് സ്വത്തിന് വേണ്ടിയുള്ള തർക്കമല്ല ഇതെന്നും താനും സഹോദരിമാരും സ്വന്തം അധ്വാനത്തിലാണ് ജീവിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ദിയ കൃഷ്ണക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാടെ ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്ന് ഇടുന്നത്? ഇതുകൊണ്ടല്ലേ ആളുകളൊക്കെ അത് നോക്കുന്നേ. അടുത്ത പേജിലേക്ക് കിടക്കുമ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കള്ളമാണെന്നാണ് അഹാന പറയുന്നത്. മുത്തശ്ശിയെ ശാരീരികമായി ആക്രമിച്ചെന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണെന്നും അതിന് വിരുദ്ധമായി ഓഡിയോ, വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും അവകാശപ്പെടുന്നു. ഈശ്വര, വീണ്ടും അടുത്തത്.
ഈ മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊന്നും അവസാനിക്കാറായില്ലേ? തൻവി അന്നൊരു ഓഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ മുത്തശ്ശി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണ എങ്ങാനുമാണ് ആ ഒരു CCTV ക്യാമറ ഫൂട്ടേജും കൂടി പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നുള്ളതാണ്. ജനങ്ങൾക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടല്ലേ എന്നും കോൺട്രവേഴ്സി. എല്ലാ മാസവും ഇത് 2 എണ്ണം വെച്ചിട്ട്. അടുത്തത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് നിയമപരമായി നടപടി സ്വീകരിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും പക്ഷെ കുടുംബത്തിലെ കുട്ടികളെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കേസ് കൊടുക്കാത്തതെന്നും പറയുന്നു. അമ്മയെ സംരക്ഷിക്കാനാണ് താൻ പരസ്യമായി പ്രതികരിച്ചെന്ന് വിശദീകരിക്കുന്നു. അത് തൻവിയെ കുറിച്ചാ പറയുന്നത് കേട്ടോ. തൻവി കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പൊ അവർക്ക് എതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവും. തന്റെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ വീണ്ടും വീണ്ടും ഇതൊരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അടുത്ത പേജിലേക്ക് കടക്കുമ്പോൾ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് വിവാഹമോചിതയായ അമ്മയെ സമൂഹം വളരെ വേഗം കുറ്റപ്പെടുത്തുന്ന പ്രവണതയുണ്ടെന്ന് അഹാന പറയുന്നു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ യഥാർത്ഥമാണെങ്കിലും തെറ്റുകൾ ന്യായീകരിക്കാനുള്ള കാരണമായി അവ ഉപയോഗിക്കരുതെന്ന് അഭിപ്രായപ്പെടുന്നു. അവര് വേറെ വിവാഹം കഴിച്ചില്ലേ? ഏ? പിന്നെന്താ മാനസികാരോഗ്യം എനിക്കത് കത്തിയില്ല കേട്ടാ. കത്തിയ ആളുകളൊന്ന് പറയണം കേട്ടാ. 6ാമത്തെ പേജിലേക്ക് കടക്കുമ്പോൾ മുത്തശ്ശിയുമായി ഉണ്ടായിരുന്ന നല്ല ഓർമ്മകൾ താൻ ഒരിക്കലും മറക്കില്ലെന്ന് അഹാന പറയുന്നു. എന്നാൽ നിരന്തരമായി മാനസിക പീഡനം കാരണം അകന്നു നിൽക്കേണ്ടി വന്നുവെന്നും മുത്തശ്ശിയെ നോക്കാൻ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു. ഒടുവിൽ സത്യം അറിയുന്നവർ തനിക്കൊപ്പം നിൽക്കുമെന്നും തന്റെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും പറയുന്നു. അതായത് മുത്തശ്ശിയോടുള്ള ആ ഒരു അതായത് കുറെ ക്ലിപ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ നല്ല കമ്പനി ആയിരുന്നു എന്നാ പറയുന്നത്. എങ്ങനെയും നമ്മളിതൊക്കെ വിശ്വസിക്കും കിടെ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നത് നമ്മളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എങ്ങനെയാടാ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക? അടുത്തത് ലാസ്റ്റ് പേജിലേക്ക് കടക്കുമ്പോൾ തനിക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് അഹാന പറയുന്നു. സ്കൂൾ കോളേജ് ജീവിതത്തെക്കുറിച്ചും ഇപ്പോൾ പ്രചരിക്കുന്ന പല കഥകൾ അടിസ്ഥാനരഹിതമാണെന്നും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അവസാനം സൈബർ ബുള്ളിങ് കൊണ്ട് എൻ്റെ ആത്മവിശ്വാസത്തെയോ വ്യക്തിത്വത്തെയോ തകർക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശത്തോടു കൂടിയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതായത് ഇവര് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു കുട്ടിയുമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ റാഗിങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആ സമയത്ത് ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ ഒരു സംഭവം കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സുകൾ തന്നെയാണ് എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വരാറുണ്ട്, പല ആളുകളുടെ കമന്റ് ബോക്സിൽ വരാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും കാണുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ മറ്റുള്ള ആളുകൾ അതിന് അഭിപ്രായം പറയുന്നത് സർവ്വസാധാരണയായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. സഭ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് റിയാക്ട് ചെയ്യാൻ നമുക്ക് അവകാശവുമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫെയർ പോളിസി അവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്നുള്ളതാണ്. കൂലിപ്പണിയാണ് എനിക്ക്. മറ്റുള്ള ജോലികളുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ പറഞ്ഞാൽ എനിക്ക് കൂലിപ്പണിയാണ്. ആ കൂലിപ്പണി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ ഈ കുടുംബകാര്യങ്ങൾ പുറത്തുവിടുന്ന പരിപാടികൾ ദയവ് ചെയ്ത് അതെല്ലാവരും അവസാനിപ്പിക്കുക. ആ ഒരു കാരണം കൊണ്ടാണ് പല ആളുകളും ഇപ്പോൾ വടി പിടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. നമ്മളൊരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി കണ്ടന്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അതൊക്കെ. പക്ഷെ അതിനിടയിലേക്ക് എന്തിനാണ് ആവശ്യമില്ലാതെ കോൺട്രവേഴ്സികൾ കൊണ്ടുവന്നിടുന്നത് അല്ലേ? ഇപ്പോൾ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടിയിട്ട് അതും ഇതും പറയുന്നത് പോലെയൊക്കെ തന്നെ പല ആളുകൾ ഇതൊരു ട്രിക്കായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പുതിയൊരു ട്രെൻഡാണ്. അപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൽ ആരെങ്കിലും ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയം മുതലുള്ള വീഡിയോസ് ഭയങ്കര റീച്ചാണ് അതിന്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രസവ വാർഡ് വരെ ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്ന ഒരു അവസ്ഥയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അതായത് ആളുകൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അതാണ്, വേറൊന്നും കൊണ്ടല്ല എന്നുള്ളതാണ്. പരദൂഷണ വീഡിയോസ്, നമ്മളെ ന്യൂജൻ പരദൂഷണക്കാരെന്നാണ് ആളുകൾ വിളിക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര താല്പര്യമാണ് എല്ലാവർക്കും. അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറയാനോ വലിയ താല്പര്യമാണ് ആളുകൾക്ക് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴായി പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്യും. അത് മൗലിക അവകാശത്തിലുണ്ട്, സഭ്യത പാലിക്കണം കേട്ടോ. മറ്റൊന്ന് യൂട്യൂബ് കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ആ ഒരു ഫെയർ പോളിസി എന്നാണ്, ഫെയർ യൂസ് എന്നാണ് ഇതിന് പറയുക. ട്രോളന്മാരൊക്കെ നമ്മുടെ വീഡിയോ എടുത്ത് പോകുമ്പോൾ അവരെൻ്റെ വീഡിയോ എടുത്ത് പോയി അവന് കൊടുക്കട്ടെ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കോപ്പിറൈറ്റ് കൊടുത്താൽ അവർ കൗണ്ടർ അടിച്ചത് പൊട്ടിക്കും. വളരെ സിമ്പിളായിട്ട് ഇത് പൊട്ടിക്കാൻ കഴിയുന്ന കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണകുമാർ ഫാമിലി വീണ്ടും എയറിൽ നിന്നും എയറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CJP അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അഹാന ഇങ്ങനെ ഒരു പോസ്റ്ററും കൂടി ഇട്ടുന്നത്.
എന്തിനാണ് ഇതൊക്കെ കൊടുന്ന് സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് കൊട്ടുന്നത്? അതുകൊണ്ടല്ലേ ആളുകളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും CJPയുമായി ബന്ധപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അത്യാവശ്യം ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റീച്ച് കുറവല്ലേ? അല്ലേ? നേരെ തിരിച്ച് ഒരു കുൽസിതമോ ഒരു അവിഹിതമോ അല്ലെങ്കിൽ ഒരു പരദൂഷണമോ ഇട്ട് കഴിഞ്ഞാൽ എത്ര ആളുകൾ കാണും? അതാണ്. ഓക്കെ, ഉറക്കം വരുന്നു. ഞാൻ ഏകദേശം 3 മണിയായി അല്ലേ? എത്ര വൈകിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഒരു ടൈം ആവും. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.